SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി ഗാലയുടെ ആദരണീയനായ മുഖ്യാതിഥി ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ സദസ്സിലെത്തിയിരിക്കുന്നു. ആദരണീയനായ നേതൃത്വങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഹയർ സെക്കൻഡറി ഗാല ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നു. സ്വാഗതം ഷുഐബ് CV, ജനറൽ സെക്രട്ടറി SSF കോഴിക്കോട് സൗത്ത്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര ഈ വരുന്ന ജനുവരി 1 മുതൽ 17 വരെ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി SSFൻ്റെ എല്ലാ ജില്ലാ ഘടകങ്ങളിലും നടന്നു വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് ഗാല, കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ഗാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സെഷനുകൾ തുടങ്ങി വൈകുന്നേരം റാലിയോടുകൂടി സമാപിക്കുന്ന റാലിയുടെ ഔപചാരിക ഉദ്ഘാടന ക്രമമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മദ്രസ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അവർകളാണ് നമ്മുടെ ഈ ഗാല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കോഴിക്കോട് ജില്ലാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് TK അബ്ദുറഹ്മാൻ ബാക്കവി ഉസ്താദ് നമ്മുടെ ഈ ഗാലയ്ക്ക് ആശംസ അർപ്പിക്കും. മറ്റു സ്വാഗത സംഘം ചെയർമാൻ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ, സ്വാഗത സംഘം കൺവീനർ ജലീൽ സഖാഫി കല്ലുണ്ടി, KB തങ്ങൾ, മറ്റു പ്രാസ്താവിക നേതൃത്വം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു ഷാദിൽ നൂറാനി ചെറുവാടി, പ്രസിഡന്റ് SSF കോഴിക്കോട് സൗത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ തങ്ങളവർകൾ, വേദിയിലും സദസ്സിലൊക്കെ ഉള്ള പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 1.5 മാസത്തോളമായി നമ്മളെല്ലാവരും ഏറ്റവും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു സംഗമത്തിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയുടെയൊക്കെ പ്രചരണാർത്ഥം SSFകാർ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ, അത് നമ്മൾ ജില്ലാ ഘടകത്തിൽ നടത്തേണ്ടതാണ് സ്റ്റുഡൻസ് ഗാല. ഇതിന് തൊട്ടു മുന്നായി കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ ഡിവിഷൻ കേന്ദ്രങ്ങളിലും 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് നമ്മൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ 10 ഡിവിഷനുകളിലും വളരെ പ്രൗഢമായി ആ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്റ്റുഡൻസ് ഗാല അൽഹംദുലില്ലാഹ് 2000-ലേറെ വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം അത്രത്തോളം വിദ്യാർത്ഥികളെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാസ്ഥാനിക കുടുംബം
വളരെ പ്രതീക്ഷയോട് കൂടെ കാണുന്ന ഈ ഒരു പരിപാടി എല്ലാം കൊണ്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന് തുടർച്ചയായി ഏറ്റവും പ്രൗഢമായ രൂപത്തിൽ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര നമുക്ക് വിജയിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിനേറ്റവും കാര്യക്ഷമമായ രൂപത്തിലുള്ള പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം നമ്മുടെ സമ്മേളനങ്ങൾ കൊണ്ടുള്ള ലക്ഷ്യമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നേറാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഈ ഒരു പ്രൗഢമായ പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവർകൾ ഉദ്ഘാടനം ചെയ്യും. തങ്ങളവർകളെ ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നു സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, ജനറൽ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നേതൃത്വങ്ങൾ, സുമനസ്സുകൾ, കർണങ്ങളായ വിദ്യാർത്ഥി സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഇത് കണ്ടപ്പം തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്റ്റുഡൻറ് കാല കോഴിക്കോട് സൗത്തിൻ്റേതായിരിക്കുമെന്ന്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് നമുക്കങ്ങനെ തന്നെ ആക്കാൻ കഴിയും. തൗഫീക്ക് നൽകണേ അല്ലാഹ്. നീ എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ നീ വിജയികൾപ്പെടുത്തണേ അല്ലാഹ്. ഇതിൽ ഫുള്ള് A+ വാങ്ങിയ SLCയിലെ കുട്ടികളൊന്ന് കൈവന്തിച്ചാൽ ഒന്ന് രണ്ട്. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിച്ചത്? നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? നമ്മളൊക്കെ മോശക്കാരാ ആണോ? നിങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ LKG UKG പഠിക്കുന്ന കാലത്ത് ഫുൾ മാർക്ക് വാങ്ങിയിട്ടില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? ഇപ്പം നിങ്ങളെ വീട്ടിലെ അഞ്ചന്മാർ, പെങ്ങന്മാരെ കുട്ടികൾ, ജ്യേഷ്ഠന്മാരെ കുട്ടികൾ ഫുൾ മാർക്ക് വാങ്ങല്ലേ? അഞ്ചന്മാരെ മക്കളും ഫുൾ മാർക്ക് വാങ്ങല്ലേ? പഠിച്ചോന് അഞ്ചന്മാർക്ക് മക്കളുണ്ട് റബ്ബേ. എന്താ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ആന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ചന്മാർ കൊണ്ടിട്ടിക്കണോ? ഇത് ഒഴുക്കിലങ്ങ് പോകരുത്, ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മനസ്സാക്കണ്, നിങ്ങൾ പെണ്ണിട്ടില്ല ഞാൻ മനസ്സാക്കണ്. പിന്നെ അഞ്ചന്മാർ ഏതായിരുന്നാലും പിന്നെ ഓൾക്ക് എന്തുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ നിങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ മക്കൾ, നിങ്ങളുടെ പെങ്ങന്മാരുടെ മക്കൾ, നിങ്ങളുടെ അഞ്ചന്മാരൊക്കെ LKG UKGയിലൊക്കെ എന്ത് വാങ്ങുന്നുണ്ട്? ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കുഴപ്പം. ബുദ്ധി മരവിച്ചതാണോ? കുറഞ്ഞതാണോ? പിന്നെന്താണ് കാരണം? ഒന്ന് മൊബൈൽ ഫോണാണ്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ശരിയല്ലേ? മറ്റൊന്ന് കൂട്ടുകെട്ട് മാറിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതായിരുന്നാലും ഈ സ്റ്റുഡൻ്റ് കാലയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും +2 ഫുൾ A+ വാങ്ങണം. അതിലേറെ ലൈഫിൽ ജീവിതത്തിൽ ഫുൾ A+ വാങ്ങാൻ കഴിയണം. ചില കുട്ടികൾ +2 ഫുൾ A+ ആയിരിക്കും, പക്ഷെ ജീവിതത്തിലോ അവർ ഫുൾ A+ ഉണ്ടാവില്ല, ഒരൊറ്റ A+. ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഏതിൽ മാത്രം ഫുൾ A+ പോരാ? ഏതിൽ മാത്രം?
പേപ്പറിൽ CV മാത്രം ഫുൾ A+ പോരാ. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ ഫുൾ ടൈം ജോബ്, പെർമനൻ്റ് ജോബ് അതെല്ലാം അവസാനിക്കുകയാണ്. ഇപ്പം ഗിഗ് പുതിയ സിസ്റ്റം വരികയാണ്. അഥവാ സ്കില്ലുകൾ നോക്കി മാത്രം ഓരോ അസൈൻമെൻറ്റായി ഓരോ സെക്ഷനായി കൊടുക്കുക എന്നിട്ട് ഏൽപ്പിക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്ക്, അവിടെയാണ് നിങ്ങൾക്ക് SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. SSFിലൂടെ അൽഹംദുലില്ലാഹ് SSF തുടങ്ങിയിട്ട് 25 കൊല്ലമായില്ലേ? ആയില്ലേ? എത്രയാണ് പഠിച്ചോൻ? എത്ര കൊല്ലായിണ്? ഇത് 1/2 നൂറ്റാണ്ടിലേറെ കാലം. എത്ര കൊല്ലായി? 1/2 നൂറ്റാണ്ട് പറഞ്ഞാൽ 35, 53 കൊല്ലായി. എന്ത് തുടങ്ങിയിട്ട്? SSF എന്ന് പറയുന്നത് 1973 ഏപ്രിൽ 29 തുടങ്ങിയ SSF അൽഹംദുലില്ലാഹ് എത്ര ബഹുമുഖ വ്യക്തിത്വങ്ങളെ, പ്രതിഭകളെ, അതുല്യ പ്രതിഭകളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തു. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾ ഈ പാതയിൽ നിന്ന് തെറ്റാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട്, നിർദ്ദേശങ്ങൾ നിങ്ങൾ മാറാതിരുന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വിജയം കൈവരിക്കാം. കുട്ടികളെല്ലാം പ്രതികരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ ഹദീത്ത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാന്ന് പറയാൻ പറ്റുമോ? ആരാണ്? മറുപടി ആരാണ്? ഒന്നിച്ച് പറഞ്ഞാൽ അബൂ ഹുറൈറ. എത്ര സ്വഹാബിമാരുണ്ടായിരുന്നു അറിയോ? 1,40,000 സ്വഹാബിമാർ. 1,40,000 സ്വഹാബിമാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്തായിരിക്കണം? അള്ളാഹിൻ്റെ റസൂലിനൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ച ആളാരായിരിക്കണം? അപ്പോൾ അബൂ ഹുറൈറ എത്ര കൊല്ലം പഠിച്ചിട്ടുണ്ടാവും മുത്തനബിയുടെ അടുക്കൽ? നുബുവത്തിൻ്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രബോധനം ചെയ്ത കാലഘട്ടം എത്രയാണ്? 23 കൊല്ലം. ഈ 23 കൊല്ലവും പഠിച്ച മഹൽ വ്യക്തിത്വമാണ് ആര്? അബൂ ഹുറൈറ അല്ലേ? ഉറപ്പല്ലേ? അല്ല, ആകെ 3 കൊല്ലം അബൂ ഹുറൈറ തങ്ങൾ എന്തായിട്ടുള്ളൂ? മുത്തനബി കൂടെ ഉണ്ടായിട്ടുള്ളൂ. അഥവാ അബൂ ഹുറൈറ തങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഹിജറ 7-ാം കൊല്ലത്തിൽ. എത്ര? ഹിജറ 7-ാം കൊല്ലത്തിൽ. 10ാമത്തെ കൊല്ലത്തിൽ 11-ാം കൊല്ലമാകുമ്പോഴേക്ക് ആര് വഫാത്തായി? 11-ാം കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ മുഹറം സഫർ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ആര് വഫാത്തായി? അപ്പോൾ എത്ര കൊല്ലം കിട്ടിയിട്ടുള്ളൂ? ഇത്രേ 3 കൊല്ലം മാത്രമേ അബൂ ഹുറൈറ തങ്ങൾക്ക് ആരെ കിട്ടിയിട്ടുള്ളൂ? അഷ്റഫുൽ ഖൽഖ്. അപ്പോൾ പിന്നെ കിട്ടാനുള്ള മാർഗം എന്താണ്? അപാര ബുദ്ധി. ഇത്രേ അല്ലേ? അപാര ബുദ്ധിയല്ലേ? അല്ല, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധി നന്നേ കുറവാണ്. ആർക്ക്? അപ്പം പിന്നെ എന്തായിരിക്കണം? മെമ്മറി പവർ. കേട്ടാലൊന്നും മറക്കാത്ത അപൂർവ ആളുകളുണ്ടാവുമല്ലോ, അതിൽപ്പെട്ട ആളാണ് ആരെന്നുള്ളത് അല്ലേ? അല്ല, അതുമല്ല. പിന്നെന്താപ്പോ?
5 കാരണങ്ങൾ. എത്ര? 5 കാരണങ്ങൾ. ഈ കാരണങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ലോകോത്തര പ്രതിഭകളാക്കാൻ കഴിയും. എത്ര കാരണങ്ങൾ? 5 കാരണങ്ങൾ. അബൂ ഹുറൈറയുടെ നാട് എവിടെയാണ്? കടലുണ്ടിയിലല്ലേ? എവിടെയാണ്? കേരളത്തിലാ? ഇന്ത്യയിലാണോ? യമൻ സ്വദേശക്കാരനാണ്, സൗദിയിൽ. എന്നാൽ അബൂ ഹുറൈറ വഫാത്തായിട്ട് എത്ര കൊല്ലായി? ഒരു 1400 വർഷമായി. 1400 വർഷമായിട്ടും ലോകത്തിൽ നിന്നുള്ള 200 കോടി ജനങ്ങളും ആരോർക്കുന്നു? അബൂ ഹുറൈറ ഓർക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ നിങ്ങളെയും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഓർക്കാനും പറയാനും ഉൾക്കൊള്ളാനും ഫോളോ ചെയ്യാനുള്ള 5 പ്രധാനപ്പെട്ട തത്വങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. 5 പ്രധാനപ്പെട്ട ഉൾക്കൊള്ളുമല്ലോ. 1, കാന യുലാസിമുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലാസബതൻ ശദീദ. കാന യുലാസിമുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്ര അധ്വാനം. എന്താ വേണ്ടത്? തീവ്ര അധ്വാനം. ഈ 3 കൊല്ലം രാവും പകലുമില്ലാതെ വളരെ ജീവിതത്തിൽ അനിവാര്യമായ സമയം ഒരു 4-5 മണിക്കൂർ ഉറങ്ങി, ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീർത്ത് ബാക്കി ഫുൾ ടൈം എന്തിനായിരുന്നു പരിപാടി? ഇൽമ് പഠിക്കുക. നിങ്ങൾ ഈ തീവ്ര അധ്വാനം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഒരു ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ പഠനത്തിൽ ചിലവഴിക്കുന്നുണ്ട്? ഒരു 5 മണിക്കൂർ ചിലവഴിക്കാൻ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? 1 മണിക്കൂറുണ്ടോ സത്യത്തിൽ? അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തില്ലാത്തതാണ്? തീവ്ര അധ്വാനം ഇല്ലാത്തതാണ്. നിങ്ങൾ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും അറിഞ്ഞാന്നറിയില്ല, ഇപ്പോൾ ഈജിപ്തിൽ PG ഉയർന്ന റാങ്കോടുകൂടെ സദനി PG വിജയിച്ചത്. അസ്ഹറിൽ ഇഷ്ടം പോലെ ആൾ പോകുന്നുണ്ടാവും. ഇപ്പോഴും 10,250 മലയാളികൾ അവിടെ ഉണ്ട്. 950 കൊല്ലമായി അവിടെ. പക്ഷേ 2-3 ആളുകളെ എന്തുണ്ടാവുള്ളൂ? PG വൈവ ടെസ്റ്റിനൊക്കെ വിധേയരാകുന്നതും നല്ല A ഗ്രേഡോ കൂടെ വിജയിക്കുന്നതും. ഞാൻ അന്വേഷണം വല്ലാതെ 20 കൊല്ലായി ആരധ്വാനിക്കുന്നു? യാസദിന് അധ്വാനിക്കുന്നു. ഇത്ര കൊറോണ സമയത്ത് പോലും എല്ലാവരും നാട്ടിൽ പോയി. പക്ഷെ അദ്ദേഹം നാട്ടിൽ പോയി അവിടെ തന്നെ ഇരുന്നിട്ട് അദ്ദേഹം സ്റ്റൈപ്പൻഡ് കിട്ടാതെ വീട്ടിൽ നിന്ന് അവിടെ ഹോട്ടലുകൾ കയറി, അങ്ങനെ പ്ലേറ്റ് കഴുകി, അങ്ങനെ കാശുണ്ടാക്കി. അദ്ദേഹം ഇവിടെ പഠിക്കുന്ന സമയത്ത് സൗത്തുൽ ജാമിയ, അറായിദ്, ഇങ്ങനെ ഇറങ്ങി അറബി പത്രങ്ങൾ ഇതെല്ലാം നോക്കി 1 സെക്കൻഡ് പോലും പാഴാക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ഉയർന്ന വിജയം കൈവരിക്കാൻ. ലോകത്ത് ഏത് പ്രതിഭകൾ വളർന്നെങ്കിലും നിങ്ങൾക്ക് മഹാനായ ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ ഒരാളെന്നറിയില്ലേ? മലേഷ്യയിലാണ്. ആരാ വീൽ ചെയർ ഉന്തി കൊടുക്കുന്നത്? മലേഷ്യൻ പ്രധാനമന്ത്രി. ആരാണ്? മലേഷ്യൻ പ്രധാനമന്ത്രി. വയസ്സെത്രയായി? 90ൻ്റെ മേലെയായി. എന്തേ കാരണം? ഉസ്താദിൻ്റെ വാപ്പ ഒരു ലോകമഹാ പണ്ഡിത പ്രതിഭല്ലേ? അല്ല. ഉസ്താദിൻ്റെ ആ വിശ്വാസപൂർവ്വം വായിച്ച നിങ്ങൾ അത്ഭുതപ്പെടും. എന്താണ് ഞാൻ ഈ പറഞ്ഞ 5 കാരണങ്ങൾ ഉസ്താദിലും കാണാം, ലോകത്താരിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നെന്താണ്? കാന യുലാസിമു ആ തീവ്ര അധ്വാനം. രണ്ടാമത്തത് കാന യസ്അലു മാല യസ്അലു ഗൈറുഹു. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളത് ചോദിക്കണം. ഒരു ഡൗട്ടും വെച്ചിരിക്കരുത്. നിങ്ങൾക്ക് ആദർശത്തിലോ ഇസ്ലാമിലോ ഫിസിക്സിലോ ബയോളജിയിലോ കെമിസ്ട്രിയിലോ നിങ്ങൾ എവിടെയാണോ സംശയങ്ങളുള്ളത് ആരോട് ചോദിക്കണം? നിങ്ങളെ താഴെയുള്ളവരോട് അല്ലേ? എന്താണ് റബ്ബേ, താഴെയുള്ളവരാ ചോദിക്കേണ്ടി? ആരോ ചോദിക്കേണ്ടി? സമകാലികരോട് അല്ലേ? പിന്നെ വാപ്പരോട് ചോദിക്കണം. പിന്നെ ആരോട്? അതാത് സബ്ജക്റ്റുകൾ എക്സ്പേർട്ടുകൾ ആരാണ്? അതാത് സബ്ജക്റ്റുകൾ
ആരോട് ചോദിക്കണം? അതിൽ എക്സ്പെർട്ടായ ആളുകളോട് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്ത്? കാന വിലാസിമു മുലാസബത്തൻ, തീവ്രാധ്വാനം. രണ്ടാമത്തേത് എന്താ? സംശയ ഡൗട്ടോടുകൂടെ ഒരു കാര്യം നിൽക്കരുത്. എന്ത് കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾ ഫിസിക്സിൽ ചോദിക്കേണ്ടത് നല്ല ഫിസിഷ്യനായ ഒരാളോട് എന്താകേണ്ടത്? നല്ലൊരു ബയോളജിസ്റ്റിനോടാണ് നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്? ആദർശത്തിലുള്ള നല്ലൊരു പണ്ഡിതനോടാണ് നിങ്ങൾ, നല്ലൊരു സുന്നി പണ്ഡിതനോടാണ് നിങ്ങൾ എന്താവേണ്ടത്? ചോദിക്കേണ്ടത്. മൂന്നാമത്തോ ഹിർസ് അഥവാ ഒരു ഫാഷൻ. അത്യാർത്ഥി എന്താ? അത്യാർത്ഥി ഇപ്പോൾ സ്ഥാനാർത്ഥി, ഉദ്യോഗാർത്ഥി എന്നെല്ലാം കേൾക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇലക്ഷൻ്റെ ചൂടായില്ലേ? എത്ര വട്ടം നിങ്ങളെ സ്ഥാനാർത്ഥികളെ കണ്ടു? എത്ര വട്ടം വീട്ടിൽ വന്നു? ഇപ്പം വിളിച്ച കല്യാണത്തിനും വിളിക്കാത്ത കല്യാണത്തിനും ഒക്കെ ആര് പോകും? എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ നോട്ടീസാണ്, അദ്ദേഹത്തിൻ്റെ പരസ്യമാണ്, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും കൂടി. എന്നാൽ ഇതിനേക്കാളേറെ ആ സ്ഥാനാർത്ഥിക്കും ഉദ്യോഗാർത്ഥിക്കും ആ അർത്ഥനയാണ് ഇതിലുണ്ടത്. വിദ്യാർത്ഥി എന്നുള്ളതിൽ എന്ത് വേണം? അത് കിട്ടിയേ മതിയാകൂ. എന്നിട്ടല്ലാതെ ഇനി പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് 11-ാം തീയതി കഴിയുന്നത് വരെ വിശ്രമമല്ല. 11-ാം തീയതി ഇപ്പോൾ MLA ആകാൻ വേണ്ടി ഇപ്പോൾ കുപ്പായിട്ട് അടക്കാനുള്ള എത്ര എന്നറിയോ? ചിലപ്പോൾ അടുത്ത കൊല്ലം MLA ആകാൻ വേണ്ടി ഇപ്പോഴേ വിളിക്കാത്ത കല്യാണത്തിന് പോകും. മരിക്കാൻ കാത്തുക ഇസ്രായേൽ എവിടെ ഉള്ളത് നോക്കി അടക്കുക. എന്നിട്ട് എന്താകാൻ? അവിടെ എല്ലാം ചെയ്യാൻ അങ്ങ് കിടന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ചിന്ത. അപ്പോൾ ഒന്നെന്തേ പറഞ്ഞ്? തീവ്രാധ്വാനം. 2 സംശയങ്ങൾ ദൂരിക്കും. മൂന്നാമത്തേത് അതെന്തായി മാറണം? എനിക്കത് സാധിപ്പിച്ചതേ പറ്റൂ എന്നുള്ളത്. നാലാമത്തേതോ നിങ്ങൾ പറഞ്ഞു, സദാ സമയത്തും അബൂ ഹുറൈറ തങ്ങൾ ദുആർക്കുമായിരുന്നു, അല്ലാഹുമ്മർസുഖ്നി ഇൽമൻ ലാ യുൻസാ, അല്ലാഹുമ്മർസുഖ്നി ഇൽമൻ ലാ യുൻസാ. എപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി കിടക്കുമ്പോൾ ഒരു 12 മണിക്കെങ്കിലും എന്താവണം? ഉറങ്ങണം. നല്ല ഒരു 10 മണിക്കെങ്കിലും നിങ്ങൾ എന്താ 10-10 അപ്പുറം പോകരുത്. രാത്രി നന്നായി ഉറങ്ങേണ്ട ടൈമാണ് അത്. പകൽ എത്ര ഉറങ്ങിയിട്ടും കാര്യം. അപ്പോൾ എത്രക്കെങ്കിലും ഉറങ്ങണം? 10-10:30 ഉറങ്ങുക. എന്നിട്ട് സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് 5:07 സുബഹിയാകുക. അപ്പോൾ ഒരു 4 മണിക്ക് 4:30 എഴുന്നേൽക്കുക. എന്നിട്ട് ഫ്രഷ് ആകുക. പെട്ടെന്ന് 5-10 മിനിറ്റ് കൊണ്ട് ഫ്രഷായി. എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നന്നായി കരഞ്ഞ് റബ്ബിനോട് ദ്വാരക്കുക. നിങ്ങൾക്ക് മൗലാന മുഹമ്മദ് അറിയോ? മൗലാന മുഹമ്മദ് കേട്ടില്ലേ? ഇവിടെ ചോനെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും പ്രമുഖരാണ് ആര്? മൗലാന മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നാണ് ഞാൻ വിളിക്കൽ. എത്ര വലിയ മഹാനാണെന്നറിയാമോ മൗലാന മുഹമ്മദ് റളിയല്ലാഹു അൻഹു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് മഹാനകളുടെ ഉമ്മൻ്റെ പേരറിയോ? ആബിദ ബീഗം. ആബിദ ബാപ്പ മരിച്ചു, ചെറുപ്പത്തിലേ മരിച്ചു. പഠിപ്പിക്കാൻ 5 കാശ് കൊടുക്കാൻ എളാപ്പാർ തയ്യാറല്ല, മൂത്താപ്പാർ തയ്യാറല്ല, അമ്മാവന്മാർ തയ്യാറല്ല. ഉമ്മ കാതിലും കഴുത്തിലുമുള്ള ആബിദ ബീഗം ആഭരണം വിറ്റ് ഉമ്മ പറഞ്ഞേക്കാണ്. എവിടേക്ക്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. എവിടേക്ക്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? ലണ്ടനിലാണ്. അയക്കുമ്പോൾ ഉമ്മ പറയാണ് മകനോട്, നീ അവിടെ പോയി. ഞാൻ അവിടെ പോയിട്ടില്ല, ലണ്ടനിൽ പോയിട്ടില്ല. ലണ്ടനിൽ കൊടും തണുപ്പാണെന്ന് എനിക്കറിയാം. 12 മാസത്തിൽ 10 മാസവും തണുപ്പായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ യൂറേഷ്യയിലേനി. യൂറേഷ്യ പറഞ്ഞാൽ യൂറോപ്പും ഏഷ്യയും കൂടിയ രാജ്യം. എത്ര ഉണ്ട്? 3 രാജ്യമുണ്ട്. ഒന്ന് ഏതാണ്? റഷ്യ, മറ്റൊന്ന് കസാക്കിസ്ഥാൻ, മറ്റൊന്ന് യൂറോപ്പ് തുർക്കി. അപ്പോൾ ഇങ്ങനെ ചെന്നതിലോട്ട് ഒറ്റ വെളിച്ചം കിട്ടില്ല. അതിന് ഓർത്ത ഇതാ വെയിൽ താർണി, ഇതാ സിംഹം എന്ന് പറയുന്നുണ്ട് നമ്മൾ. എന്ന വരി എന്ത് ഒരു വെയിലാണ് അറച്ചപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇതാണ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല? 12 മാസം 10 മാസം എന്തുണ്ടാവില്ല. അപ്പോൾ ഉമ്മ പറയാണ്, ആബിദ ബീഗം പറയാണ്, മോനെ ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്കറിയാം. 12 മാസത്തിൽ 10 മാസവും കൊടും തണുപ്പാണ്. പാതിരാ സമയത്ത് അതിശൈത്യമായിരിക്കും. പക്ഷെ നീ തഹജ്ജുദ് ഒരിക്കലും ഒഴിവാക്കരുത്. തഹജ്ജുദ് ഒരിക്കലും ഒഴിവാക്കരുത്. രാത്രി ആ സമയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് അടഞ്ഞു കിടക്കുന്ന ഡോറും
ഏത് ടഫുള്ളതും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒക്കെ ഈസിയായി മാറും. അപ്പോൾ നിങ്ങൾ വേഗം 2 പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് സുന്നത്ത് നിസ്കരിച്ച് കുറച്ചൊന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു പഠിച്ചോ. എനിക്ക് ഫിസിക്സിൽ കഴിഞ്ഞൊരു മാർക്ക് കുറവാണ്, എനിക്ക് ഹിന്ദിയിൽ മാർക്ക് കുറവാണ്, എനിക്കിങ്ങനെ ആവരുത്, എനിക്കിതിൽ ഫുൾ A+ ചെയ്ത് തരണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഖുർആനോദി പുസ്തകം വായിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം. അപ്പോൾ 1 കഠിനാധ്വാനം, 2 സംശയ ദൂരീകരണം, 3 അത്യാർത്ഥി, 4 ദുആ, 5-ാമത്തേത്. എന്നിട്ടും അബൂ ഹുറൈറ മറക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു വന്നിട്ട് ആ സങ്കടം അങ്ങ് പറഞ്ഞു. അപ്പോൾ ഷറഫാക്കപ്പെട്ട കൈ അങ്ങ് 3 നേരം അങ്ങോട്ട് വെച്ചു കൊടുക്കും. കുരുത്തവും പൊരുത്തം, അതിന് പറയാം എന്ത്? കുരുത്തവും. ആരുടെ? ഉമ്മ ഉപ്പ. അവരുടെ കുരുത്തവും പൊരുത്തവും ആരും വാങ്ങാൻ തയ്യാറാവണം. ആരും വാങ്ങാൻ തയ്യാറാവണം. നമ്മൾ വാങ്ങാൻ തയ്യാറാവണം. ഉമ്മയോട്, ഉപ്പയോട്, നമ്മുടെ ഗുരുനാഥന്മാരോട്, മുതിർന്നവരോട്. അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ വായിക്കുക പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. സമാധാനം. നമ്മളെക്കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നമ്മളെക്കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു ഘാതകൻ എൻ്റെ മുമ്പിൽ വന്നു. പരോള് വന്നതാണ്. പക്ഷെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. വന്ന നല്ല VIP ലുക്കിലാണ് വന്നത്. നല്ല ടൈറ്റ് ഫിറ്റ് ഷർട്ടും നല്ല സുമുഖൻ, നല്ല ഒരു മന്ത്രിയുടെ ലുക്കിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം നല്ലൊരു ഏകദേശം നമ്മുടെ ചാലിയം കരീമാജിൻ്റെ ഒക്കെ കണ്ടില്ലേ, മുസ്ലിമാത്തെ ഫൻ സെക്രട്ടറി, ആ ഗെറ്റപ്പിലാണ് വന്നത്. വന്ന് ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ച്. അപ്പാണ്ട് എൻ്റെ ഒരു അയൽവാസി ഉണ്ട്, ഇനി വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. അങ്ങനെ ഒട്ടും മൂർച്ചില്ലാത്ത കത്തിയെടുത്ത് ഞാൻ കാലിൽ വെറുതെ ഒന്നങ്ങോട്ട് വെട്ടി. അപ്പോൾ ചോര ഒലിച്ച് ആരും ആസ്പത്രിയിൽ കൊണ്ടുപോയില്ല. അയാൾക്ക് എല്ലാവരോടും വെറുപ്പേ. ഇനി അങ്ങനെ ഒലിച്ചങ്ങോട്ട് മരിച്ചു. എന്തോ ഒരു ലാഘവത്തോടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ, അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പരമസുഖമാണ്. ഞാൻ നാട്ടിൽ കേട്ടിട്ടാണ് നെട്ടിപ്പ്. ഇയാൾക്ക് എന്താ പഠിച്ചത്? അതങ്ങനെ പറയുക. പൊട്ടി കരഞ്ഞിട്ട് അയാൾ പരിസരങ്ങൾ മറന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തു പറ്റിയെന്ന് തിരിയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്ക് ഒറ്റ വിഷമം എനിക്കുള്ളൂ. എൻ്റെ 5 പെൺകുട്ടികളാണ്. ആ കുട്ടികളൊക്കെ കലാതിലകങ്ങളാണ്. അവർ വലിയ ബ്രില്യൻ്റാണ്. അവർ അതീവ അതുല്യ കഴിവുള്ളവരാണ്. അവർക്ക് എത്ര ആഭരണം കൊടുക്കണമെങ്കിലും എൻ്റെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും എൻ്റെ ഇളയന്മാരും 200-300 പവൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ കല്യാണം അന്വേഷിച്ച് എത്തുമ്പോൾ, എൻഗേജ്മെൻ്റ് എത്തുമ്പോൾ എന്ത് പറയും? പാപ്പ എവിടെയാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കള് ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരല്ലേ ശിക്ഷിക്കപ്പെടുന്നത്. ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മളെ കൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അത് നമ്മുടെ ശേഷമാണെങ്കിൽ പോലും അവർക്ക് ബാധിക്കും, നമ്മുടെ പിൻതലമുറക്ക് ബാധിക്കും. അപ്പോൾ തെറ്റുകൾ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യൂല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ 5 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മ ഉപ്പമാർ, അവരോടുള്ള കുരുത്തവും പൊരുത്തവും വാങ്ങി എല്ലാവരോടും, മനുഷ്യരോടൊന്ന് മാത്രമല്ല മനുഷ്യേതര ജീവജാലങ്ങളോട്, എന്തിനേറെ നമ്മുടെ വീട്ടിലുള്ള പക്ഷികൾ, എന്തിനേറെ കാക്ക, കോഴി, പൂച്ചക്ക് പോലും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പൂച്ച കക്കണ്ടില്ലേ? നിങ്ങൾ കക്കണ്ടില്ലേ? കക്കാൻ കാരണം എന്താ? നമ്മൾ കൊടുക്കാത്തോണ്ട്, ഒന്നും കിട്ടാത്തോണ്ട്. ആര് കൊടുക്കാത്തോണ്ടാണ്? നമ്മൾ തിന്ന് ചവച്ച് അരച്ച് ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കുള്ളൂ? അവൻ പൂച്ചക്കര ഇയാളൊരു മാന്യനല്ല എന്നറിയാം. അപ്പം പിന്നെ എന്തേ ഇയാളോടും കിട്ടാൻ മാർഗുള്ളൂ? നിങ്ങൾക്ക് ഉമ്മയും ബാപ്പയും ഒന്നും തരാതിരുന്നാൽ നിങ്ങൾ പെരയിൽ ഒളിപ്പിച്ച ഫ്രിഡ്ജിലെടുത്ത് തിന്നൂലേ? വിളിച്ചിട്ട് പിന്നെ പൂച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിന്നാൻ പോകരുത്, എടുക്കാൻ പോകരുത്, വേറെ വർത്താനം. ഇമ്മനോട് കരിയിലാണെങ്കിൽ നല്ല മാറ്. ഇമ്മ വെറുതെ തരാതൊക്കൂല. ഇമ്മ നല്ല അങ്ങനെ ഉമ്മ ലോകത്ത് ചെയ്യൂല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വേണ്ടത് എന്താണ്? ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു പറയും, നമ്മൾ നോമ്പ് നോൽക്കണം. റമളാൻ മാസം നോമ്പാകുമല്ലോ. പൂച്ചക്ക് റമളാൻ മാസം ഇല്ലേ? ഇല്ല, പൂച്ചക്ക് റമളാൻ മാസം ഒന്നും ഇല്ല. നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചണോ?
പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ആര് ബാധ്യസ്ഥരാണ്? പൂച്ചക്ക്. അപ്പം ആരോടും നമ്മളൊരു ജീവജാലങ്ങളോടും വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. നമ്മളെല്ലാവരോടും ദയോടുകൂടെ സ്നേഹത്തോടുകൂടെ, പ്രത്യേകിച്ച് നമ്മൾ ദയ കാണിക്കേണ്ടവരാണ് ആരെന്ന് പറഞ്ഞാൽ ആര്? നമ്മുടെ സഹജീവികൾ. ലൗലാ സിബിയാനും നിങ്ങളെ വീട്ടിലെ ചെറിയ കുട്ടികൾ, പ്രായം ചെന്ന വലിയമാരൊക്കെ ഉണ്ടാവില്ലേ? മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ സ്വർഗത്തിലുള്ള കൂട്ടുകാരൻ റബ്ബിനോട് ദ്വാരുന്നു. സ്വർഗത്തിലുള്ള കൂട്ടുകാരനെ ഞങ്ങൾക്കൊക്കെ ബോധ്യം ഉണ്ടാകുമല്ലോ. നിങ്ങളൊക്കെ വലിയ വലിയ ചിന്തകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഓക്സ്ഫോർഡുകൾ, കാംബ്രിഡ്ജുകളിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പം എത്ര വലിയ വലിയ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന എന്തൊക്കെ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. എഡ്യൂക്കേഷനിൽ ചെന്നപ്പോൾ കഴിഞ്ഞ കൊല്ലം SYSൻ്റെ 60-ാം വാർഷിക സമ്മേളനം ഉണ്ട്, 70-ാം വാർഷിക സമ്മേളനം തൃശ്ശൂർ. അപ്പോൾ അവിടെ എഡ്യൂക്കേഷനിൽ എല്ലാവരും കൂടെ SYSൻ്റെ പ്രവർത്തകരും പറഞ്ഞ് എന്തായിട്ടില്ല, എഡ്യൂക്കേഷൻ കാണാൻ നേതാക്കന്മാരും മുതൽ വരണം പറയും. ചെന്നപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ 90 സ്കോളർഷിപ്പ് ക്ലാസ് എടുക്കുന്ന ആളുകൾ. 90 സ്കോളർഷിപ്പ്. എത്രക്കാൾ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അറിയോ? CK സഫീറിന് മുഖത്ത് കിട്ടിയ എത്രയെന്നറിയോ? മൊഹ്സിന് കാരക്കുന്നിൽ കിട്ടിയത് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8 കോടി റുപ്യ. എത്രയാണ്? 8 കോടി രൂപ. മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ മോഹൻ സഫീറിന് കിട്ടിയ എത്ര? 20 കോടി റുപ്യ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് എത്രയാണ്? 20 കോടി ഉറുപ്പ്യ. 20 ലക്ഷമല്ല, എത്ര? 20 കോടി ഉറുപ്പ്യാണ്. എന്തെല്ലാം ഇന്ന് ഏറ്റവും വരുന്ന മാർഗം എഡ്യൂക്കേഷനാണ്. JRF കിട്ടിയാൽ എത്ര കിട്ടുമെന്ന് അറിയാം നിങ്ങൾക്ക്? അറിയോ? മാസം പ്രതി 45,000 ഉറുപ്പ്യ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. മാസം പ്രതി. മഴതിൽ 15 കുട്ടികളൊക്കെ മുത്തവല് പഠിക്കുന്നതിൽ എന്ത് വാങ്ങുന്നുണ്ട്? JRF. SRF ആണെങ്കിലും അതിനേക്കാളേറെ മാസം പ്രതി ബാങ്ക്. എന്തെല്ലാം സംവിധാനങ്ങൾ. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള മാർഗ്ഗമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ എഡ്യൂക്കേഷനിൽ എന്നപ്പോൾ എന്നോട് പറഞ്ഞു 90 സ്കോളർഷിപ്പ്. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി അപ്പോൾ എൻ്റെ അടുത്ത് ഓടി ഉസ്താ, ഞാൻ മഴതിൻ്റെ ഓഫ് ക്യാമ്പസ് താമരക്കുയിൽ പഠിക്കുന്ന അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലം ഞാൻ മഴതിൽ മുത്തവലിലേക്ക് വരാൻ പോകുകയാണെന്ന്. അപ്പോൾ നമ്മളൊക്കെ സ്കോളർഷിപ്പുകൾ, എക്സാം, ഇതിനൊക്കെ നമുക്ക് നല്ല നല്ല പ്രതീക്ഷകൾ. നമ്മൾ ഈ പറഞ്ഞ 5 കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ, 5 കാര്യം ഏതൊക്കെ? 1 ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്കോടുകൂടെ അതും കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതോടുകൂടെ തന്നെ എന്താകുക? സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കുക. 3-ാമത്തേത് എന്താകുക? കിട്ടിയേ പറ്റൂ എന്നൊരു വാശി. ഓരോ ദിവസത്തെയും ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. അതാ ദിവസത്തെ പാഠം അന്ന് തന്നെ തീർക്കുക. അങ്ങനെ ഓരോ ദിവസത്തെയും മദ്രസയിലാണെങ്കിലും ദറസിലാണെങ്കിലും എവിടെയാണെങ്കിലും അതാത് പാഠം അന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് നീട്ടി വെക്കരുത്. പിന്നെ നന്നാക്കി ദ്വാരക്കുക. ദ്വാക്ക് ഏറ്റവും പറ്റിയ ടൈമാണ് ഇത്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എത്ര മിനിറ്റ്? ഒരു 5 മിനിറ്റ്. അറബിയൊന്നും ദ്വാരക്കണ്ട. വെറും മലയാളത്തിൽ നിങ്ങളുടെ ഉമ്മയോട് പറയുന്ന ശൈലിയിൽ അമ്മ ചോറില്ല, അമ്മ പഴക്ക് നിൽക്കില്ല, അമ്മ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അമ്മനോട് നിങ്ങൾ കരച്ചിലില്ലേ? ആ കരച്ചിൽ ആരോട് കരയണം? റബ്ബിനോട് കരയണം. റബ്ബെ നിന്നോടല്ല എനിക്ക് പറയാൻ ആരുമില്ല. റബ്ബെ നീയല്ല എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. റബ്ബെ എൻ്റെ കൂടെ എൻ്റെ എളാമ്മൻ്റെ മക്കളും മൂത്തമ്മൻ്റെ മക്കളും അങ്ങനെ ഓലൊക്കെ ഫിസിക്സിൽ ബയോളജി ഇത്തരം ഓൽക്കൊക്കെ ഫുള്ള് മാർക്കായി, ഓൽക്കൊക്കെ ജോബ് കിട്ടി. റബ്ബെ എനിക്കെന്താ റബ്ബെ, അതിനെനിക്കൊരാഗ്രഹം ലീയത്തരും. ആ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നോക്കട്ടെ. തീർച്ചയായിട്ടും റബ്ബ് എന്താ തരുന്നെ ചെയ്യും. പിന്നെ ആരോട്? ഉമ്മനോടും ഉപ്പനോടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ സ്വർഗത്തിലെ കൂട്ടുകാരൻ റബ്ബിനോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല വഹി അറിയിച്ചു കൊടുത്തു. മൂസാ നബി പറഞ്ഞ കൂട്ടുകാരായിരിക്കുള്ള അഭിപ്രായത്തിൽ വലിയ താടിയും തലക്കെട്ടോ വേറെ നബിയാവൂലേ? ചെന്ന് നോക്കുമ്പോൾ ഒരു കശാപ്പ് കച്ചവടക്കാരനാണ്, ഒരു കന്ന് കച്ചവടക്കാരനാ, മാംസ കച്ചവടക്കാരനാണ്. മൂസാ നബി അത്ഭുതപ്പെട്ടു, എന്താണ് റബ്ബേ? അങ്ങനെ നോക്കി നിന്നപ്പോൾ എന്താ കാണാൻ, അയാൾ ആ ബ്രെയിന് ആ ലിവറൊക്കെ വേറെ കവറിലാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പെരയിൽക്ക് പോകുക എന്നായി. പെരയിൽക്ക് ചെന്നു. എന്ത് ചെയ്യും? അപ്പം 120 വയസ്സായ ഉമ്മ ഉണ്ട്, ഉമ്മാമുണ്ട്, 120 വയസ്സായ പാപ്പുണ്ട്,
അവർക്കൊക്കെ എന്താകാണ് ഭക്ഷണം വേവിച്ച് ഡ്രസ്സ് മാറ്റി അവരെ ഫ്രഷായി അവർ കൊടുക്കുക. അപ്പോൾ അവരുടെ ദ്വാണ് അല്ലാഹുമ്മ ജല്ലി ഇബ്നി ഹാദാ മൂസ ഇബ്നു ഇംറാൻ റഫീഖൻ ലഹു ഫിൽ ജന്ന. എൻ്റെ ഈ മകനിക്ക് മൂസ ഇബ്നു ഇംറാൻ അലൈഹിസ്സലാമുടെ മകൻ മൂസ എന്താക്കണേ, സ്വർഗത്തിലെ കൂട്ടുകാരൻ ആക്കണേ. അതാണ് നിങ്ങളുടെ ഉമ്മായുടെ വലിയുമ്മായുടെ, നിങ്ങളുടെ വലിയുപ്പായുടെ, നിങ്ങളുടെ വീട്ടിലുള്ള കാരണവന്മാരുടെ സ്നേഹവും കുരുത്തവും പൊരുത്തവും വാങ്ങുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളൊക്കെയും എത്ര കാലം ജീവിച്ചാലും മരിച്ചെത്ര കാലം കഴിഞ്ഞാലും നിങ്ങളെ ലോകൊട്ടുക്കും ഓർക്കപ്പെടുന്ന പ്രതിഭകളാകും. ഇപ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുര ഉസ്താദ് അല്ലാഹുവിൻ്റെ തൗഫീഖോടെ വയസ്സ് 90 കഴിഞ്ഞിട്ടും ഇന്നും ലോകത്ത് മുഴുവനും ആദരിക്കപ്പെട്ട് ഈ ഒരു മാസം ഉസ്താദ് എവിടെയൊക്കെ പോയി? ഉസ്താദ് ഇന്തോനേഷ്യയിൽ പോയില്ലേ, മലേഷ്യയിൽ പോയില്ലേ, UAE പോയില്ലേ, എത്ര വട്ടം പോയി? ഇതിൻ്റെ ഒക്കെ പ്രധാന കാരണം എന്താണ്? ഈ 5 കാര്യങ്ങൾ ആ വിശ്വാസപൂർവ്വം എന്നുള്ള ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് തിരിയും. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളെല്ലാം പഠിച്ച്, നിങ്ങളെല്ലാം പ്രത്യേകിച്ച് നിങ്ങളെ മുദ്രാവാക്യം അറിയോ? ഇതിൻ്റെ മോട്ടോ എന്താണ്? നോ ക്യാപ് ടീസ് ടുമാറോ. നോ ക്യാപ് എന്ന് പറഞ്ഞ എന്താ? അതായത് ഒരു ഒട്ടും റിയലി സത്യമായും, കാരണം ഇത് നിങ്ങളുടെ ജീവിതം എന്നത്തേക്കുള്ളതല്ല, എന്നത്തേക്ക് വരും കാലങ്ങളിലേക്ക് നിങ്ങളാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിമാരാവേണ്ടത്, നിങ്ങളാണ് ഇവിടുത്തെ MLA ആദ്യം വാർഡ് മെമ്പർ ആവേണ്ടത്, നിങ്ങളാണ് പള്ളി ഭരിക്കേണ്ടവർ, മദ്രസ ഭരിക്കേണ്ടവർ, നിങ്ങളാണ് നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാവേണ്ടത്, നിങ്ങളാണ് SSFൻ്റെ ജില്ലാ ലീഡേഴ്സ് ആവേണ്ടത്. ആദ്യം നിങ്ങൾ സോണിലേക്ക് എത്തണം, നിങ്ങൾ സർക്കിളിലേക്ക് സെക്ടറിലേക്ക് എത്തണം, അതുപോലെ തന്നെ ഇതിലേക്ക് എത്തണം, ഡിവിഷനിലേക്ക് എത്തണം, ജില്ലയിലേക്ക് എത്തണം, സ്റ്റേറ്റിലേക്ക് എത്തണം. അങ്ങനെ നിങ്ങൾ ലോകോത്തര പ്രതിഭകളാവണം. തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ SSFൻ്റെ പ്രവർത്തകർ, +1 +2 വിദ്യാർത്ഥികൾ, റബ്ബേ അവരെത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സഹിച്ച് കോഴിക്കോട് ജില്ല ഒരറ്റത്തു നിന്ന് ഇവിടത്തേക്ക് നേരത്തെ എത്തിയവരാണ്. റബ്ബെ അവരാരും നീ തളർത്തിക്കളയല്ല അല്ലാഹ്. അവരൊക്കെ എത്രയോ സമയങ്ങൾ ഇതിന് വേണ്ടി ചെലവഴിച്ച് റബ്ബെ SSFൽ അടിയുറച്ച് പ്രവർത്തിച്ച് റബ്ബെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും യുക്തിയും നൽകുക, ഞങ്ങൾക്ക് നല്ല മെമ്മറീഷ് പവർ വർദ്ധിപ്പിച്ച് ഞങ്ങൾ അടുത്ത സബ്ജക്റ്റിൽ, അടുത്ത സെമസ്റ്ററിൽ, അടുത്ത വർഷത്തിൽ റബ്ബെ ഫുൾ മാർക്ക് വാങ്ങുന്നവരാക്കണേ അല്ലാഹ്. ഫുൾ മാർക്ക് വാങ്ങുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളൊരു ടേണിംഗ് പോയിൻ്റാണ് റബ്ബെ. ഈ ടേണിംഗ് പോയിന്റിൽ ഞങ്ങളെ ഉയർച്ചകൾ ഏറ്റവും ഉയർന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് സീറ്റ് നൽകണേ അല്ലാഹ്. റബ്ബെ ഞങ്ങളെല്ലാം പഠിച്ച് വളർന്ന് റബ്ബെ ഞങ്ങൾ ഉന്നതങ്ങളിലേക്ക് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ശാരീരിക, മാനസിക, പൈശാചിക അസുഖങ്ങൾ നൽകല്ല അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ നൽകല്ല അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇഹപര വിജയം നീ നൽകണേ അല്ലാഹ്. ഖൈറു ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. സിഹത്ത് ആഫിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബെ ഞങ്ങളുടെ ഉമ്മമാർക്ക്, സഹോദര സഹോദരിമാർക്ക്, ബന്ധുക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ഞങ്ങൾ ഈ മഹത്തായ സംരംഭത്തിന് ഞങ്ങളെ സഹായിച്ചവർ, റബ്ബെ ഭക്ഷണങ്ങൾ നൽകുന്നവർ, ചായകൾ നൽകുന്നവർ, ഇതിന് വേണ്ട സ്നാക്സുകൾ നൽകുന്നവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചവർ, എല്ലാവർക്കും നീ എല്ലാവിധ വിജയങ്ങളും നൽകണേ അല്ലാഹ്. എല്ലാ വിജയങ്ങളും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്റ്റുഡൻസ് കാലം എന്തിൻ്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്? കേരള യാത്ര എന്നാണ്? ജനുവരി 1 തൊട്ട് 17 കൂടിയ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളെല്ലാം അതിൻ്റെ പ്രചാരകരായി മാറണം. കോഴിക്കോട് ജില്ലയിൽ 2 സ്വീകരണങ്ങളുള്ളത്. ആ സ്വീകരണങ്ങളൊക്കെ അതിഗംഭീര. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ സൗത്തിൽ ഒറ്റ സ്ഥലം. എവിടെയാണ് സ്വീകരണം? എവിടെയാണ്? മുതലക്കുളത്തല്ലേ? കോഴിക്കോട് മുതലക്കുളത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡേറ്റ് 7-ാം തീയതി അല്ലേ? 4-ാം തീയതി ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ
ക്രൗഡ് ഫണ്ട്, സ്വതക്ക, അതെല്ലാം വിജയിപ്പിക്കണം. എല്ലാവരും അതിന് സജീവമാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുറഹിമാൻ ബാക്കവി ഉസ്താദ് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, കാരണവന്മാർ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞ ദിവസത്തെ അധ്വാന ഫലമായി 2000-ഓളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, അതുതന്നെ സൗത്ത് ജില്ലയിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടുവാൻ നമുക്ക് സാധ്യമായി. നമ്മുടെ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നാം കണ്ടുകൊണ്ടിരിക്കും. ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അവർ ഭാവിയിൽ ഡിഗ്രി എഴുതാനുള്ള സംവിധാനം, ആഗ്രഹം, താല്പര്യം അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കും. അങ്ങനെ ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ രംഗത്ത് കടന്നു വരുന്നത്. നമ്മുടെ സംഘടന ഈ വിഷയത്തിൽ വളരെ ആലോചിച്ച് പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും എത്രമായിരിക്കുമെന്ന കാര്യം നാം ആലോചിച്ച് നോക്കുക. ഭാവിയിൽ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വമാവേണ്ടവർ. ഈ രാജ്യത്തിൻ്റെ പല വിഷയങ്ങളിലും ഇടപെടലുകൾ നടത്തി രാജ്യത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും പുരോഗതി ഉണ്ടാക്കേണ്ടവർ. ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഇന്ന് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും ഉയരാനും വളരാനും താല്പര്യമുള്ളവരാണ്. സംഘടനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവരാണ്. അത് മനസ്സിലാക്കി ഇനി ഇതുപോലെയുള്ള ഒരു ഡിഗ്രി തലങ്ങളിൽ
വിദ്യാർത്ഥികളെ നാം സംഘടിപ്പിക്കുമ്പോൾ ആയിരങ്ങൾ അവിടെയും ഉണ്ടാവും. SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ആ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഉണ്ടാവും ആയിരക്കണക്കിന് കുട്ടികൾ. അപ്പം ഇവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി കൂടെ കൂട്ടുവാൻ നമുക്ക് സാധിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ സെൻറ്റിനറി 100ാം വാർഷികം ആഘോഷിക്കുന്ന ആ ഒരു വേളയിലാണ് നാമൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഭാഗമായി 2023 കണ്ണൂരിൽ SSFൻ്റെ ഗോൾഡൻ ജൂബിലി നാം ആഘോഷിച്ചു. 2024 സമസ്ത കേരള സുന്നിയോന സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടത്തപ്പെട്ടു. 2025 അത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വർഷമാണ്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലായി ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിച്ചു. ഇനിയും നിരവധി പരിപാടികൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ ഈ ഗാല എന്ന് പറയുന്ന ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ 100ാം വാർഷികത്തിൽ സുന്നി വിദ്യാർത്ഥി സംഘടനക്ക് ഇടപെടാനും ആവശ്യമായതൊക്കെ ചെയ്യുവാനുമുള്ള അവസരങ്ങളുണ്ട്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരള യാത്ര നടക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കി. ജനുവരി 3-ാം തീയതി കണ്ണൂരിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് നമ്മുടെ യാത്ര കടന്നു വരുമ്പോൾ 4-ാം തീയതി അത് കോഴിക്കോട് ആ സ്വീകരണം, സമ്മേളനം പ്രൗഢമാക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും അതിനാവശ്യമാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് 23-ാം തീയതി മുതൽ 28 വരെ ജില്ലാ യാത്രകൾ നടക്കുകയാണ്. നാദാപുരം വാണിമേൽ നിന്നും 23-ാം തീയതി 4 മണിക്ക് തുടക്കം കുറിച്ച് 28-ാം തീയതി രാമനാട്ടുകരയിൽ സമാപിക്കുകയാണ്. എല്ലാ സോണുകളും ഡിവിഷനുകളും ടച്ച് ചെയ്തുകൊണ്ട് ആ യാത്ര നടക്കുമ്പോൾ അതിലും നമ്മുടെ എല്ലാ സഹകരണവും ഉണ്ടായിരിക്കണം. അങ്ങനെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലായി നടത്തപ്പെടുന്ന ഈ പരിപാടികളൊക്കെ നാം സഹകരിക്കണം. അതിനോടൊപ്പം തന്നെ SSFൻ്റെ പ്രത്യേകമായ ചില പരിപാടികളൊക്കെ ഉണ്ടാവും. ആ വിഷയവും എല്ലാം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയാണ്. ഈ ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ ഭാവി പൗരന്മാരാണ്. അതിനുവേണ്ടി ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹകരണവും സഹായവും അനിവാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതൊക്കെ ചെയ്യുവാനും നല്ലതുമായി ബന്ധപ്പെടാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നേരത്തെ നടന്ന സ്പോർട് ക്വിസ് വിജയികളെ വേദിയിൽ പ്രഖ്യാപിക്കുന്നു. എന്താ